Tiju's Academy. This is Tiju and today we will be discussing about IELTS Writing Task 2 and how we can use the linking words in that. So നിങ്ങൾ എസ്സേ എഴുതുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്യേണ്ട ഒന്നാണ് ലിങ്കിങ് വേർഡ്സ്. ബട്ട് നമ്മൾ സെയിം വേർഡ്സ് തന്നെ റെപ്പറ്റീഷൻ പോകുന്നതിന് പകരം വി ഹാവ് ടു യൂസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണക്റ്റേഴ്സ്. സെയിം മീനിങ് ഉള്ള ഡിഫറെൻറ്റ് സിനോണിംസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ലിങ്കിങ് വേർഡ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇൻ ദാറ്റ് കേസ് ഓൾസോ നമ്മൾ പ്രോപ്പർ കോണ്ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് ആ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യാത്ത രീതിയിൽ വേണം കണക്റ്റേഴ്സ് യൂസ് ചെയ്യാനായിട്ട്. സോ ടുഡേ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദാറ്റ്. ആൻഡ് ദ പ്രീവിയസ് സെഷൻ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് 4 വേർഡ്സ്. നമ്മൾ 4 വേർഡ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ബട്ടിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന 4 വേർഡ്സ് ആയിരുന്നു ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഫോർ എ ക്വിക്ക് റീക്യാപ്പ്, although, however, nevertheless or nonetheless, despite or in spite of. സോ നമ്മളൊരു സ്ട്രോങ് കോൺട്രാസ്റ്റ് കാണിക്കുന്ന സമയത്ത് നമുക്ക് ആ സെൻറ്റൻസസിനെ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന വേർഡ്സാണ് ഈ 4 എണ്ണം. സോ ഇൻ ദിസ് കേസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു റിമെമ്പർ സർട്ടൻ ഫാക്ടേഴ്സ്. ദാറ്റ് മീൻസ് പഞ്ച്വേഷൻ എങ്ങനെ ഫോം ചെയ്യണം, ദെൻ ഏത് രീതിയിലാണ് നമ്മളിത് സെൻറ്റൻസിൽ അപ്ലൈ ചെയ്യേണ്ടത്, സെൻറ്റൻസ് സ്റ്റാർട്ടിങ്ങിലാണോ സെൻറ്റൻസ് എൻഡിങ്ങിലാണോ അപ്ലൈ ചെയ്യേണ്ടത്. ദെർ ആർ സർട്ടൻ ഫാക്ടേഴ്സ് ഫോർ ദിസ്. സോ ലാസ്റ്റ് സെഷനിൽ നമ്മൾ അതായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടുഡേ വി വിൽ ബി ഡിസ്കസിങ് ദ കണ്ടിന്യൂഷൻ ഓഫ് ദാറ്റ്. So before moving on to that, let's wait for a couple of minutes so that everybody could join the session. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലൈറ്റ് കോൺട്രാസ്റ്റ് ഐഡിയാസ് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന വേർഡ്സ് ആണ്. സോ ദ വേർഡ്സ് ആർ വൈൽ, വെയറാസ്, ഓൺ ദ അതർ ഹാൻഡ്, കോൺവേഴ്സ്ലി, ഇൻ കോൺട്രാസ്റ്റ്. ഈ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു റിമെമ്പർ വി ആർ ലിങ്കിങ് 2 ഡിഫറെൻറ്റ് സെൻറ്റൻസസ് വിത്ത് ലൈറ്റ് കോൺട്രാസ്റ്റ്. ഒരു സോഫ്റ്റ് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് വരുന്ന ഡിഫറെൻറ്റ് സെൻറ്റൻസസിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെൻറ്റൻസുകൾ, ഈ വേർഡ്സ് സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നത്. സോ വി ക്യാൻ ലുക്ക് ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ. I believe that the main advantage of this message is that it helps children to think and act independently, while the main drawback is that it can lead to unnecessary levels of stress. സോ ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമ്മൾ 2 ഐഡിയാസാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 2 ഐഡിയാസ് നമ്മളിവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വൈൽ. സോ വെൻ യു ആർ യൂസിങ് ദിസ് കണക്റ്റർ, ഓൾവേസ് റിമെമ്പർ ടു പുട്ട് എ കോമ ബിഫോർ ദാറ്റ് കണക്റ്റർ. ആ കണക്റ്ററിന് മുന്നിലായിട്ട് ഒരു കോമ, അതായത് ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ എൻഡിങ്ങിലാണ് നിങ്ങൾ കോമ കൊടുത്ത് ദെൻ കണക്റ്റർ യൂസ് ചെയ്ത് സെക്കൻഡ് സെൻറ്റൻസിലേക്ക് പോകേണ്ടത്. In the case of whereas also, you can form the sentence just like the usage of while. While യൂസ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ whereasഉം യൂസ് ചെയ്യുന്നത്. Here is an example. There will be children who will benefit from this message, whereas others may find it intimidating and detrimental to their mental well-being. സോ ഈ 2 വേർഡ്സ് യൂസ് ചെയ്യുന്നത് സെയിം ടൈപ്പിൽ തന്നെയാണ്. 2 കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഈ കണക്റ്റേഴ്സ് യൂസ് ചെയ്യാം. ബട്ട് ഓൾവേസ് റിമെമ്പർ ടു പുട്ട് കോമ. ആ ഒരു കോമ കണക്റ്ററിൻ്റെ മുന്നിലായിട്ടാണ് വരുന്നത്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ 2 സെൻറ്റൻസിനെ ലിങ്ക് ചെയ്ത് കൊടുക്കേണ്ടത്. മൂവിങ് ഓൺ ടു ദ തേർഡ് വേർഡ്, ഓൺ ദ അതർ ഹാൻഡ്. ഈ ഒരു കണക്റ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ അവർ പ്രീവിയസ് സെഷൻ. നമ്മൾ ഹൗവർ യൂസ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഓൺ ദ അതർ ഹാൻഡ് അതല്ലെങ്കിൽ കോൺവേഴ്സിലി ഈ 2 യൂസേജും വരുന്നത്. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് സെൻറ്റൻസിന് ശേഷം സെമികോളൻ ഇട്ട് കണക്റ്റിംഗ് വേർഡ് കൊടുത്ത് കോമ കൊടുത്ത് സെക്കൻഡ് സെൻറ്റൻസ് ഫോം ചെയ്ത് പോവാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെൻറ്റൻസ് എൻഡ് ചെയ്തതിന് ശേഷം സെക്കൻഡ് സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലും ഈ കണക്റ്റേഴ്സ് യൂസ് ചെയ്യാം.
ആ രീതിയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ യു ഹാവ് ടു പുട്ട് എ കോമ ആഫ്റ്റർ ദാറ്റ് കണക്റ്റിംഗ് വേർഡ്. സോ ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. എയ്തർ യു ക്യാൻ എൻഡ് ദ ഫസ്റ്റ് സെൻറ്റൻസ് വിത്ത് എ സെമി കോളൻ, ദെൻ നിങ്ങൾ കണക്ടർ കൊടുക്കുക, നിങ്ങൾ കോമ കൊടുത്തിട്ട് സെക്കൻഡ് സെൻറ്റൻസ് ആഡ് ചെയ്ത് പോവുക. അതല്ലെങ്കിൽ ഫസ്റ്റ് സെൻറ്റൻസിന് ശേഷം ഫുൾ സ്റ്റോപ്പ് ഇട്ട് സെക്കൻഡ് സെൻറ്റൻസ് കൊടുത്ത് സെക്കൻഡ് സെൻറ്റൻസിനെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ രണ്ട് രീതിയിലും നിങ്ങൾക്കിത് എഴുതാവുന്നതാണ്. ഹിയർ ഈസ് എ സെക്കൻഡ് എക്സാമ്പിൾ. സം ചിൽഡ്രൻ വിൽ ട്രൈ their best to be high achievers, full stop. Conversely, comma, there will always be those that react negatively to pressure. സോ രണ്ട് രീതിയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ എൻഡിങ്ങിൽ സെമി കോളൻ കൊടുക്കുക, ദെൻ സെക്കൻഡ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കണക്ടർ യൂസ് ചെയ്ത് കോമ ഇട്ടതിന് ശേഷം സെക്കൻഡ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഓർ യു ക്യാൻ സ്റ്റാർട്ട് ദ സെക്കൻഡ് സെൻറ്റൻസ് വിത്ത് ദിസ് കണക്റ്റിംഗ് വേർഡ്. അതായത് ഫസ്റ്റ് സെൻറ്റൻസ് എൻഡ് ചെയ്ത് ഫുൾ സ്റ്റോപ്പിന് ശേഷം സെക്കൻഡ് സെൻറ്റൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു കണക്ടർ യൂസ് ചെയ്തിട്ട് സെക്കൻഡ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. I hope it's clear. Okay, Agila, good afternoon. Santosh, good afternoon. Aishwarya, good afternoon. I hope it's clear for you guys. ദെൻ നമ്മൾ ഒരു സെക്കൻഡ് അഡീഷണൽ ഐഡിയ ആഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കണക്ടറാണ് ആൻഡ്. ബട്ട് പലർക്കും ആൻഡിന് സിനോണിമായിട്ട് ആൻഡിന് പകരം എന്ത് യൂസ് ചെയ്യാം എന്നൊരു ഐഡിയ ഇല്ല. ഈ ഒരു ആൻഡ് എന്നുള്ള വേർഡ് തന്നെ യു വിൽ ബി യൂസിങ് ഇറ്റ് റിപ്പീറ്റഡ്ലി. അത്രയും റെപ്പിറ്റീഷൻ പോകുന്നതിന് പകരം വി ക്യാൻ യൂസ് സം വേർഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ആൻഡ്. ദ വേർഡ്സ് ആർ എലോങ് വിത്ത്, ടുഗദർ വിത്ത്, ആസ് വെൽ ആസ്, ബിസൈഡ്സ്. 4 വേർഡ്സ് ആണ് ഇതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. We can discuss the usage with the help of an example. The first one is as well as. As well as in the usage വരുന്ന സമയത്ത് you can generate a first idea, then as well as യൂസ് ചെയ്ത് കണക്ട് ചെയ്തതിന് ശേഷം സെക്കൻഡ് ഐഡിയ നിങ്ങൾക്ക് ജെറൻഡ് ആയിട്ട് ഫോം ചെയ്യാവുന്നതാണ്. നമ്മൾ ലാസ്റ്റ് ജെറൻഡിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദ എക്സാമ്പിൾ ഈസ് പോസിറ്റീവ് എൻകറേജ്മെൻറ്റ് ആൻഡ് ഹെൽപ്പ് യങ് പീപ്പിൾ ഡെവലപ്പ് ദെയർ ടാലൻറ്റ്സ് ആസ് വെൽ ആസ് മേക്കിംഗ് ദം ഫീൽ മോർ സെൽഫ് കോൺഫിഡൻറ്റ്. സോ ഹിയർ യു ക്യാൻ സീ ആ ഒരു സെക്കൻഡ് സെൻറ്റൻസ് സെക്കൻഡ് ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ING ഫോമിലാണ് നിങ്ങളുടെ വേർഡ് നൗൺ ഫോം കൊടുത്തിട്ടുള്ളത്. ആൻഡ് വൈൽ യു ആർ യൂസിങ് ബിസൈഡ്സ്, ബിസൈഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെക്കൻഡ് സെൻറ്റൻസ് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു കണക്ടർ യൂസ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ പുട്ട് എ കോമ ആൻഡ് ദെൻ നിങ്ങളുടെ സെക്കൻഡ് സെൻറ്റൻസ് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. ഹാർഡ് വർക്ക് ഡസ് നോട്ട് നെസസറിലി ബ്രിങ് ചിൽഡ്രൻ സക്സസ്, ഫുൾ സ്റ്റോപ്പ്. Besides, comma, socializing and play are probably more important to their health and development. So, ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് സെൻറ്റൻസ് ഫോം ചെയ്യാവുന്നതാണ്. ദെൻ നമ്മൾ സെയിം ഐഡിയ റെപ്പറ്റീഷനായിട്ട് പോകുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു കണക്ടറാണ് ഓൾസോ. സോ ഓൾസോ എന്നൊരു വേർഡിന് പകരമായിട്ട് വിച്ച് ഓൾ വേർഡ്സ് യു ക്യാൻ യൂസ്. സോ ദ വേർഡ്സ് ആർ moreover, furthermore, in addition, likewise, similarly. സോ ഈ ഒരു കോണ്ടെക്സ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഓൾറെഡി പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എന്തോ ഒരു സെക്കൻഡ് കാര്യം ഐഡിയ ജനറേറ്റ് ചെയ്യാനാണ് നിങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു രീതിയിലാണെങ്കിൽ മാത്രമേ ഈ കണക്റ്റേഴ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. So we can discuss it with the help of a question. Here is a question. In some countries, owning a home rather than renting one is very important for people. Why might this be the case? Do you think this is a positive or a negative situation? So here is a double question. രണ്ട് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. You have to write the answer of the first one in the first paragraph and the second one in the second paragraph. So ഇത് എഴുതുന്ന സമയത്ത് we have to generate more than one idea. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഈ കണക്റ്റേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. So here is the example. Living in a property you own gives you a strong sense of stability and security. So നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഐഡിയ ജനറേറ്റ് ചെയ്തു. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ നമ്മുടെ സെക്കൻഡ് ഐഡിയ കൊടുക്കുകയാണ്. മോറോവർ, കോമ, പ്രോപ്പർട്ടി ഈസ് ആൻ എക്സലൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ദ ഫ്യൂച്ചർ. സോ രണ്ട് കാര്യം, ഒന്നിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ സെക്കൻഡ് സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഈ കണക്റ്റർ യൂസ് ചെയ്യാം. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇൻ മെനി കൺട്രീസ്, കോമ, ഹൗസ് പ്രൈസസ് ആർ സോ high that it is almost impossible for young people to enter the property market. Similarly, or likewise, you can use either words. The cost of renting is prohibitive for this part of the population, especially in large cities. So, നിങ്ങൾ ഒരു ഐഡിയയ്ക്ക് ശേഷം അതിനെ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള അതിൻ്റെ റിസൾട്ട് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഐഡിയ ആണ് കൊടുക്കുന്നതെങ്കിൽ മാത്രം ഈ കണക്റ്റീവ്സ് യൂസ് ചെയ്യുക.
ദെൻ നമ്മൾ ചില കോണ്ടെക്സ്റ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സീക്വൻസ് ജനറേറ്റ് ചെയ്യാറുണ്ട്. അതിനുവേണ്ടി പലരും യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ്ലി, സെക്കൻഡ്ലി. ഈ ബേസിക് വേർഡ്സ് മാത്രമേ പലരും യൂസ് ചെയ്യുന്നുള്ളൂ. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ക്യാൻ യൂസ് സം അതർ വേർഡ്സ്. ഫോർ എക്സാമ്പിൾ, സബ്സിക്വൻ്റ്ലി, ദെൻ ദെയർ ആഫ്റ്റർ. 2 വേർഡ്സ് ഉണ്ട്. ഇതിൽ ഏത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സീക്വൻസ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, families who default on their mortgage payments lose their properties and subsequently or thereafter find it impossible to seek a bank loan ever again. സോ ആദ്യം നമ്മളൊരു കോണ്ടെക്സ്റ്റ് പറഞ്ഞു, അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അതിൻ്റെ സീക്വൻസ് കാണിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഇൻ ദാറ്റ് കേസ് നിങ്ങൾക്ക് ഈ ഒരു കണക്റ്റർ യൂസ് ചെയ്തിട്ട് അതിന് ഐഡിയ ജനറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. then we have to show the results. നമ്മൾ ഏതൊരു എസ്സേ എഴുതുകയാണെങ്കിലും we have to show the result. We have to give an overall idea or a conclusion. നമ്മൾ അതിൻ്റെ ഫലം എന്താണ്, as a result what happens, അത് കാണിക്കേണ്ടി വരും. So in that case you can use these words: as a result, consequently, as a consequence, thereafter, and thus. 5 words are there. So instead of result you can use these words. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വരുന്ന സമയത്ത് ആസ് എ റിസൾട്ട് എന്നതിൻ്റെ യൂസേജ് നമ്മൾ ഇൻ ബിറ്റ്വീൻ 2 കോമാസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് ഫസ്റ്റ് യു ക്യാൻ റൈറ്റ് ദ സെൻറ്റൻസ്, ദെൻ യു ഹാവ് ടു പുട്ട് എ കോമ ആൻഡ് ദെൻ യൂസ് ദ കണക്റ്റർ, ദെൻ അഗെയിൻ പുട്ട് എ കോമ ആൻഡ് ഷോ ദ റിസൾട്ട് ഓഫ് ദാറ്റ്. ഫോർ എക്സാമ്പിൾ, home owners do not have to worry about taking good care of someone else's property and as a result can feel free to make any changes they wish. സോ ആ ഒരു റിസൾട്ട് പറയുന്നതിന് മുന്നേ ആയിട്ട് കണക്റ്റർ യൂസ് ചെയ്യുക. ബട്ട് യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് ഈ ഒരു കണക്റ്റർ 2 കോമയുടെ ഇൻ ബിറ്റ്വീൻ ആണ് യൂസ് ചെയ്യുന്നത്. The second one is, many people take out large loans to help pay for their home. As a consequence, they might be in debt to a bank for years before paying it all back. So ഈ ഒരു യൂസേജ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് സെൻറ്റൻസ് എൻഡ് ചെയ്യാം. ദെൻ ഒരു കോമ ഇട്ടതിന് ശേഷം സെക്കൻഡ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കണക്റ്റർ യൂസ് ചെയ്ത് പോകാവുന്നതാണ്. ബട്ട് ആസ് എ റിസൾട്ടിൻ്റെ യൂസേജ് ഇതിൽ നിന്നെല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദെയർഫോർ. ദെയർഫോറിൻ്റെ യൂസേജ് നമ്മൾ ഹൗവർ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് വരുന്നത്. ഓർ നിങ്ങൾക്ക് 2 രീതിയിൽ ഇത് യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് ഫസ്റ്റ് സെൻറ്റൻസ് എൻഡിങ്ങിൽ സെമികോളൻ കൊടുത്ത് സെക്കൻഡ് സെൻറ്റൻസ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്ത് പോകാവുന്നതാണ്. അതല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പിന് ശേഷം സെക്കൻഡ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാവുന്നതാണ്. ദെയർഫോർ ആൻഡ് ദസ് സെയിം രീതിയിൽ തന്നെയാണ് യൂസ് ചെയ്യുക. സോ ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഈച്ച് ഓഫ് ദാറ്റ്. In some societies, home ownership is seen as a sign of social prestige, semicolon. Therefore, comma, it is something many people aspire to. സോ ഈ രീതിയിൽ തന്നെയാണ് നിങ്ങൾ ദസും യൂസ് ചെയ്യേണ്ടത്. റീസെൻറ്റ് ട്രെൻഡ്സ് സജസ്റ്റ് ദാറ്റ് ദ യങ് പ്രിഫർ ടു സ്പെൻഡ് ദെയർ സേവിങ്സ് ഓൺ ട്രാവൽ ആൻഡ് ദസ് do not buy property until much later in life. സോ ദസിൻ്റെയും ദെർഫോറിൻ്റെ യൂസേജ് ഒരേ രീതിയിൽ തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് ഫസ്റ്റ് സെൻറ്റൻസ് എൻഡിങ്ങിൽ സെമികോളൻ കൊടുത്ത് ദെൻ കണക്ടറായിട്ട് ഇത് യൂസ് ചെയ്ത് പോവാം. അതല്ലെങ്കിൽ ഫസ്റ്റ് സെൻറ്റൻസ് സ്റ്റോപ്പ് ചെയ്തതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് എൻഡ് ചെയ്തതിന് ശേഷം സെക്കൻഡ് സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മൾ നമ്മുടെ റീസൺ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കണക്റ്ററാണ് ബിക്കോസ്. സോ ഈ ബിക്കോസിന് പകരമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബിക്കോസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. സോ നമ്മൾ എന്താണ് റീസൺ, എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം, അതിൻ്റെ കോസ് എന്താണ് എന്ന് കാണിക്കാനാണ് ഈ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത്. ഓണിങ് പ്രോപ്പർട്ടി ഈസ് ഓഫൺ സീൻ ആസ് എ ഗുഡ് വേ ടു ഇൻവെസ്റ്റ് മണി ബിക്കോസ് ഇറ്റ് വാല്യൂ വിൽ ഇൻക്രീസ് ഓവർ ടൈം. സോ അതിൻ്റെ റീസൺ, അതിൻ്റെ കാരണമാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇൻസ്റ്റെഡ് ഓഫ് ബിക്കോസ് യു ക്യാൻ ഓൾസോ യൂസ് ദ വേർഡ് ആസ് ആൻഡ് സിൻസ്. 2 വേർഡ്സ് ആർ ദെയർ. സോ നിങ്ങൾ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബേസിക് ഫോമായിട്ടുള്ള ബിക്കോസിൽ തന്നെ സ്റ്റക്കായി നിൽക്കാതെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഫോമായിട്ടുള്ള ആസ് അല്ലെങ്കിൽ സിൻസ് എന്നുള്ള വേർഡ്സിലേക്ക് കുറച്ചും കൂടി ആഡ് ചെയ്ത് ശ്രമിക്കുക. So here is the example. Since or as property prices in city centers are practically unaffordable, prospective buyers are forced to look for cheaper homes in the suburbs. സോ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് നിങ്ങളുടെ സെൻറ്റൻസ് പറഞ്ഞിട്ട് സെക്കൻഡ് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് സെക്കൻഡ് കോണ്ടെക്സ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് ദർ വിൽ ബി നോ കോമാസ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് സെൻറ്റൻസ് സ്റ്റാർട്ടിങ്ങിൽ റീസൺ പറഞ്ഞ് കോമയിട്ട് എന്തായിരുന്നു എന്നുള്ളത് ബാക്കി ആഡ് ചെയ്ത് പോകാമെന്നാണ്. സോ 2 രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സെൻറ്റൻസ് സ്റ്റാർട്ടിങ്ങിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യു ഹാവ് ടു പുട്ട് എ കോമ ഇൻ ബിറ്റ്വീൻ ദാറ്റ് 2 സെൻറ്റൻസസ്. അതല്ല നിങ്ങൾ റീസൺ കാണിക്കാൻ വേണ്ടിയിട്ട് കണക്ടറായിട്ട് ഇൻ ബിറ്റ്വീൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കോമയുടെ യൂസ് നിങ്ങൾക്ക് വരുന്നില്ല.
ദെൻ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് തിങ്ക് ദാറ്റ് ബിക്കോസിന് പകരം യൂസ് ചെയ്യാവുന്ന കോണ്ടെക്സ്റ്റ് ആണ് ബിക്കോസ് ഓഫ് അല്ലെങ്കിൽ ഡ്യൂ ടു. പലരും ബിക്കോസിന് പകരമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ദാറ്റ് ഈസ് റോങ്. ബിക്കോസിന് പകരമായിട്ടല്ല ഒരിക്കലും ബിക്കോസ് ഓഫ് യൂസ് ചെയ്യുന്നത്. സോ ഹിയർ ഈസ് എക്സാമ്പിൾ: ബിക്കോസ് ഓഫ് പ്രോപ്പർട്ടി പ്രൈസസ് ഇൻ സിറ്റി സെൻറ്റേഴ്സ് ആർ പ്രാക്ടിക്കലി അൺഅഫോർഡബിൾ. ഈ ഒരു രീതിയിൽ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം ബിക്കോസ് ഓഫിന് ശേഷം ഒരു നൗൺ അല്ല നിങ്ങൾ റൈറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റിൻ്റെ യൂസേജ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെയിം രീതിയിലാണ് ബിക്കോസ് ഓഫ് അല്ലെങ്കിൽ ഡ്യൂ ടുവിൻ്റെ യൂസേജും വരുന്നത്. ദാറ്റ് മീൻസ് യു ഹാവ് ടു യൂസ് എ ജെറൻ. സബ്ജക്റ്റ് വെർബിലേക്കല്ല നിങ്ങൾ പോകേണ്ടത്. ഒരു അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു വെർബിൻ്റെ നൗൺ ഫോമായിട്ടുള്ള ജെറൻ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ബിക്കോസ് ഓഫ് റൈസിങ് കോസ്റ്റ്, maintaining a home in optimal condition is becoming increasingly difficult. ആ ഒരു രീതിയിൽ ദാറ്റ് മീൻസ് നിങ്ങൾ ഡയറക്റ്റ് നൗണിലേക്കോ അതല്ലെങ്കിൽ വെർബിലേക്കോ അല്ല പോകേണ്ടത്. ഒരു അഡ്ജക്റ്റീവ് പ്ലസ് ING ഫോമായിട്ടുള്ള ജെറൻറ്റ് ആണ് നിങ്ങൾ അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ദീസ് ആർ ദ കണക്റ്റേഴ്സ് യു ക്യാൻ യൂസ് ഇൻസ്റ്റെഡ് ഓഫ് യുവർ കോമൺ കണക്റ്റേഴ്സ്. നിങ്ങൾ നോർമലി യൂസ് ചെയ്ത് പോകുന്ന കണക്റ്റേഴ്സിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ സ്കോർ നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കണക്റ്റേഴ്സ് ആണ് ഇതെല്ലാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു എ ക്വിക്ക് റീക്യാപ്പ്. ലാസ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന 4 കണക്റ്റേഴ്സ് ആയിരുന്നു. ഓൾദോ, ഹൗവർ, നെവർത്തിലെസ് ഓർ നൺതിലെസ്, ഡെസ്പൈറ്റ് ഓർ ഇൻസ്പൈറ്റ് ഓഫ്. ഈ 4 കോണ്ടെക്സ്റ്റും നമുക്കറിയാം. നമ്മൾ സെൻറ്റൻസ് സ്റ്റാർട്ടിങ്ങിലാണ് ഇതിൽ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. ചിലതിൽ നമ്മൾ സെമിക്കോളൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇഫ് യു ഡോണ്ട് നോ അബൌട്ട് ദാറ്റ് യു ക്യാൻ വാച്ച് അവർ പ്രീവിയസ് സെഷൻ. ആൻഡ് ടുഡേ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് വൈൽ, വേറാസ്, ഓൺ ദ അതർ ഹാൻഡ്, കോൺവേഴ്സ്ലി ആൻഡ് ഇൻ കോൺട്രാസ്റ്റ്. സോ സോഫ്റ്റ് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണക്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതിൽ വൈൽ ആൻഡ് വേറാസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സെൻറ്റൻസ് എൻഡിങ്ങിൽ യു ഹാവ് ടു പുട്ട് എ കോമ ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ യൂസ് ദ കണക്ടർ ആൻഡ് കണ്ടിന്യൂ വിത്ത് ദ സെക്കൻഡ് സെൻറ്റൻസ്. ദെൻ ഓൺ ദ അതർ ഹാൻഡ് ആൻഡ് കോൺവേഴ്സ്ലി യൂസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സെൻറ്റൻസ് എൻഡ് ചെയ്യുന്ന സമയത്ത് സെമിക്കോളൻ കൊടുത്തതിന് ശേഷം ഈ കണക്ടർ വെച്ചിട്ട് സെക്കൻഡ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഫസ്റ്റ് സെൻറ്റൻസ് എൻഡ് ചെയ്തതിന് ശേഷം സെക്കൻഡ് സെൻറ്റൻസ് സ്റ്റാർട്ടിങ്ങിൽ വേണമെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ഇൻസ്റ്റെഡ് ഓഫ് ആൻഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന വേർഡ്സ് ആണ് എലോങ് വിത്ത്, ടുഗദർ വിത്ത്, ആസ് വെൽ ആസ് ആൻഡ് ബിസൈഡ്സ്. ആസ് വെൽ ആസ് യൂസ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് കോണ്ടെക്സ്റ്റിൽ ഒരു ജെറൻറ്റ് വെച്ചിട്ട് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ബിസൈഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് സെൻറ്റൻസ് എൻഡ് ചെയ്തതിന് ശേഷം സിംപ്ലി സെക്കൻഡ് സെൻറ്റൻസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാവുന്നതാണ്. And instead of also you can use the words moreover, furthermore, in addition, likewise and similarly. So ഈ കോണ്ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സെപ്പറേറ്റ് ഒരു നെക്സ്റ്റ് ഐഡിയ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. ഇതിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കാനായിട്ട് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഫസ്റ്റ് സെൻറ്റൻസ് എൻഡ് ചെയ്യുക, സെക്കൻഡ് സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇത് യൂസ് ചെയ്ത് പോവുക. ദെൻ സീക്വൻസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന 2 വേർഡ്സ് ആണ് സബ്സിക്വൻ്റ്ലി ആൻഡ് ദെയർ ആഫ്റ്റർ. ഇറ്റ് ഈസ് ഓൾസോ ലൈക്ക് ദ പ്രീവിയസ് വൺ. നിങ്ങൾ ഫസ്റ്റ് സെൻറ്റൻസ് എൻഡ് ചെയ്യുക, ദെൻ സെക്കൻഡ് സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ വേർഡ്സ് കണക്ട് ചെയ്തിട്ട് പോവാം. അതല്ലെങ്കിൽ ആൻഡ് യൂസ് ചെയ്ത് ഈ വേർഡ്സ് വെച്ചിട്ട് സെക്കൻഡ് സെൻറ്റൻസ് കണക്ട് ചെയ്ത് പോകാവുന്നതാണ്. ദെൻ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന 5 വേർഡ്സ് ആണിത്. ആസ് എ റിസൾട്ട്, കോൺസിക്വൻ്റ്ലി, ആസ് എ കോൺസിക്വൻസ്, ദെയർഫോർ ആൻഡ് ദസ്. സോ ഇതിൽ ആസ് എ റിസൾട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് 2 സെൻറ്റൻസസിൻ്റെ ഇൻ ബിറ്റ്വീൻ 2 കോമയുടെ മിഡിലാണ് നിങ്ങളിത് യൂസ് ചെയ്യുന്നത്. ബട്ട് ആസ് എ കോൺസിക്വൻസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് സെൻറ്റൻസ് എൻഡ് ചെയ്യുക, ദെൻ സെക്കൻഡ് സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സിമ്പിളായിട്ട് യൂസ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ദെൻ ദെയർഫോർ ആൻഡ് ദസ് യൂസ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹവറിൻ്റെ യൂസേജ് വന്നതുപോലെ തന്നെ ഫസ്റ്റ് സെൻറ്റൻസ് സെമിക്കോളൻ വെച്ചിട്ട് എൻഡ് ചെയ്യുക, ദെൻ ഈ കണക്ടർ വെച്ചിട്ട് സെക്കൻഡ് സെൻറ്റൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ദാറ്റ് മീൻസ് ഓവറോൾ ഇറ്റ് വിൽ ബി 1 സെൻറ്റൻസ്. ഒറ്റ സെൻറ്റൻസിലായിരിക്കും നിങ്ങൾ 2 ഐഡിയ ജനറേറ്റ് ചെയ്യുന്നത്. ദെൻ ബിക്കോസിന് പകരം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന വേർഡ്സ് ആണ് ആസ് ആൻഡ് സിൻസ്. സോ നിങ്ങൾ നിങ്ങളുടെ റീസൺ ആണ് ആദ്യം പറയുന്നതെങ്കിൽ ഒരു കോമ വെച്ചിട്ടായിരിക്കും നിങ്ങൾ 2 സെൻറ്റൻസിനെ കണക്ട് ചെയ്യുന്നത്. അതല്ല ഇൻ ബിറ്റ്വീൻ ആണ് നിങ്ങൾ ഈ ഒരു ബിക്കോസിന് പകരമായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നതെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു യൂസ് എ കോമ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ബിക്കോസ് ഓഫ് ഓർ ഡ്യൂ ടു. ഈ 2 കോണ്ടെക്സ്റ്റും ഒരിക്കലും ബിക്കോസിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതല്ല. ബിക്കോസ് ആ ഒരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. സോ ആഫ്റ്റർ ദീസ് വേർഡ്സ് ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റിന് നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈ ബിക്കോസ് ഓഫ് അല്ലെങ്കിൽ ഡ്യൂ ടു ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ജെറൻ ഫോം ആയിട്ടുള്ള ING ഫോംസ് ഫോം ചെയ്ത് വേണം നിങ്ങളുടെ സെൻറ്റൻസ് ബിൽഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു ഓൾ ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. So if you have any doubts you can ask that through the chat box. So this is Tiju and
This is a live session from Tiju's Academy. Thank you.